അസ്സലാമലൈക്കും. നമ്മളിന്ന് പറയാൻ പോണ വീഡിയോ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ കോഴിക്കൂട്ടിലാണ് നിൽക്കുന്നത്. കോഴിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ഇതുണ്ടല്ലേ, കോഴികളൊക്കെ എന്താ പറയുക, കോഴിക്കൂട്ടിൽ മുളഞ്ഞിട്ട് നിൽക്കുകയാണ്. അവിടെ മുകളിൽ കാണിച്ച് കോഴികളൊക്കെ എന്താ പറയുക, അണഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോഴികളൊക്കെ തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കോഴികൾ നോക്ക്, ഇവർ തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുപ്പ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, അത് 1-2 വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചാൽ കണ്ടില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജുകളാണ്. ഈ കറുപ്പും ഇവിടെയൊക്കെ ഇത് കണ്ടില്ല, കരിപ്പ്. അതുപോലെ തന്നെ കണ്ണിനൊരു ഉഷാറ് പോരാ. അപ്പോൾ ഇതിൻ്റെ ഈ തൂക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കോഴിക്കൂട്ടിൽ ചെയ്തു വരുന്ന റെമഡീസ് എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അണ വെക്കുന്ന സാധനമാണോ അല്ലയോ അല്ലെന്ന്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ, കോഴിക്ക് അണ വെക്കും. തള്ള തന്നെ വിരിച്ച് തള്ള തന്നെ നോക്കുന്ന സെറ്റപ്പ്. അതിൽ കൂടുതൽ മുട്ടകൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂഡറിൽ വിരിയും. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയുക, സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർത്തി വലുതാക്കുക അതുപോലെ നമ്മൾ വലുതാക്കും. ഇപ്പൊ അണ വെച്ച് വിരിച്ച 2 ഇതിനെ കാണിച്ചാണ് നമ്മൾ. കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ട് മിസ്സായിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഈ തള്ള വിരിച്ച കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അണ വെച്ചും വിരിയിക്കും, ഇതല്ലാതെ നമ്മൾ ബ്രൂഡിങ് സെറ്റപ്പിലും വിരിയിക്കും. അങ്ങനെ എന്താ പറയുക, കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ ഇന്ന് വിരിഞ്ഞിറങ്ങാനായിട്ടുണ്ട്. ഇന്ന് കുറച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ 2 വീക്സ് 1 മന്ത് ഡേ ഓൾഡ് എന്താ പറയുക പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും നമ്മൾ കൈയോടെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടിയാണ്. ഞാൻ കുട്ടികളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇന്നിപ്പോൾ എന്താ പറയുക ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ്. ഇന്ന് എന്താ പറയുക നമ്മുടെ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത്, മനസ്സിലായത്? അപ്പോൾ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ ബ്രൂഡ് ചെയ്ത് വളർത്തും, ബ്രൂഡിങ്ങിലിട്ട് വളർത്തും. അപ്പോൾ അങ്ങനെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളും നമ്മൾ എന്താ പറയുക കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 ആഴ്ച കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞാലും ആൾക്കാരുടെ ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടും. അപ്പോൾ ഇന്ന് കുറച്ചധികം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും. ആവശ്യക്കാരനെ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് വേണമെന്നുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുക. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ കോഴികൾക്ക് തൂക്കം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തൂക്കം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇതല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്താലടക്കം എന്താ പറയുക 100% വിജയിച്ചോളണം എന്നില്ല. നമുക്കൊരു 50% ചിലത് രക്ഷപ്പെടും, 50% രക്ഷപ്പെടില്ല. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള എന്താ പറയുക നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പച്ചമഞ്ഞൾ, പിന്നെന്താ പറയുക നമ്മുടെ ആര്യവേപ്പ്, കുറച്ച് ഇഞ്ചി, ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ തൂക്കം കണ്ടു കഴിഞ്ഞാൽ എല്ലാ കോഴികൾക്കും, അതിപ്പോൾ തൂക്കം വന്ന കോഴികൾക്കാണെങ്കിലും അല്ലാത്ത കോഴികൾക്കാണെങ്കിൽ കൂടെയും നമ്മൾ എന്തായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയതിന് ശേഷം എല്ലാ കോഴികളുടെ വായിൽ നമ്മൾ ഇട്ട് കൊടുക്കും. മുഴുങ്ങടാ. ഓക്കെ, ഇട്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ കുരുപ്പ് വരുന്നതുകൊണ്ട് എന്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലാക്കിയിട്ടേ നമ്മൾ അതിൻ്റെ മൂക്കിലും എവിടെയൊക്കെയാണോ കുരുപ്പുള്ളത് അവിടെ കംപ്ലീറ്റ് നമ്മൾ തേച്ച് കൊടുക്കും. മനസ്സിലായില്ല? ചിലവർക്ക് കാലിലൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ നമ്മളിത് മൊത്തത്തിൽ തേച്ച് കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്യാൻ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക, നമ്മൾക്ക് ഉപകാരമാവും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ എല്ലാ കോഴികൾക്കും കൊടുക്കും. ഓക്കെ. ഇത് നമ്മുടെ അസീല കേട്ടോ, ഉള്ളിൽ ഉള്ള ഏറ്റവും വലിയ അസീലാന്നിത് കണ്ടില്ലേ? ഞാൻ കൊടുക്കുമ്പോൾ നമ്മളെല്ലാത്തിനും എന്താ പറയുക എല്ലാത്തിനും മരുന്ന് കൊടുക്കും പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്കൊന്നും പ്രശ്നങ്ങളില്ല, ഇതുവരെ പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും മരുന്ന് കൊടുക്കലുണ്ട്. ഓക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ അവസ്ഥ, നമ്മുടെ കോഴികളുടെ അവസ്ഥ.
ആർക്കെങ്കിലും ഇതല്ലാത്ത ഏതെങ്കിലും രൂപത്തിൽ നല്ല രീതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള റെമഡീസോ മെത്തേഡ്സോ മെഡിസിനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക, നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷനോ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുക. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, വിഷസ് അറിയിക്കുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പരമാവധി എല്ലാവർക്കും നല്ല രൂപത്തിൽ നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.